വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഇതിന് പകരം ഇന്നലത്തെ ചാർട്ടും പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിരുന്നു പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതും നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നത് പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ സപ്പോർട്ട് 92 രൂപയായിട്ട് വർക്ക് ചെയ്യും, റെസിസ്റ്റൻറ്റ് 115-117 രൂപയായിട്ട് വർക്ക് ചെയ്യുമെന്ന് ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാവിലെ തന്നെ. കാരണം ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോയതുകൊണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും പറ്റിയില്ല. ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ വർക്കിലായതുകൊണ്ട് വാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ കാണേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മന്ത്ലി കോൺട്രാക്റ്റ്, അതായത് നവംബർ മാസത്തിൻ്റെ മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിയാണ് ഇന്ന്. വീക്കിലി കോൺട്രാക്റ്റിൻ്റെ ലാസ്റ്റ് വീക്കിൻ്റെ എക്സ്പയറിയും കൂടിയാണ്. ഈ മാസം, അതായത് നവംബർ മാസത്തിൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങിയത് എപ്പോഴാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ 29-നാണ് നവംബർ മാസത്തിൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങിയത്. ഒക്ടോബർ 29 ഓപ്പൺ 29-ാം തീയതി ഒരു സൈഡ് വേസ് കുറച്ച് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ഒക്ടോബർ 30-ാം തീയതി ഓപ്പൺ ഈക്വൽ ടു ഹൈ വയ്ക്കുകയും അവിടെ നിന്ന് താഴോട്ട് നല്ലൊരു മൂവ് നിഫ്റ്റി ഫ്യൂച്ചറും നിഫ്റ്റി സ്പോട്ടും തരികയും ഉണ്ടായി. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്നലെ ഇത് 26,150-ൻ്റെ കാളിൻ്റെ 15 മിനിറ്റിൻ്റെ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. അതായത് ഇത് പ്രീമിയം ചാർട്ടാണ്, ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഇത് നിഫ്റ്റി 50-യോ അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെയോ ചാർട്ടല്ല. ഇത് കാണുന്നത് നിങ്ങൾ സ്ട്രൈക്ക് 26,150-ൻ്റെ കാളിൻ്റെയാണ്. ഈ കാളുണ്ടോ എക്സാക്ട്ലി ഈ 92 എന്ന് പറയുന്നത് കാളിന് റെസിസ്റ്റൻ്റായിട്ട് മാറി. ഈ കാളിന് എന്തായിട്ട് മാറി? റെസിസ്റ്റൻ്റ് മാറി. എന്നിട്ട് ഈ സൈഡ് വേസ് ഉച്ച വരയ്ക്കും സൈഡ് വേ ആയിട്ട് പോകാൻ, അതായത് ബാലൻസ് മോഡിൽ പോകാനായിട്ട് കാരണം ചാർട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ 4 പേർക്കത് യൂസ്ഫുള്ളായിരിക്കും. ഇത് കാളിൻ്റെ ചാർട്ടാണ്. ഇത് ശ്രദ്ധിച്ച് കാണുക. ഇവിടെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുറേ നേരം ഇവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഉച്ചവരെ ബാലൻസ് മോഡ് ഓൾമോസ്റ്റ് 1:30-2 മണി വരെ ബാലൻസ് മോഡിൽ താഴെയും മുകളിലും എത്ര പേര് ഓവർ ട്രേഡ് ചെയ്തു എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഈ ബാലൻസ് മോഡ് പോകാനുള്ള കാരണം ഈ ചാർട്ടിൽ തന്നെയുണ്ട്. ഇത് കാളിൻ്റെ ആണ്. നമുക്ക് പുട്ടിൻ്റെ ചാർട്ട് നോക്കാം. ഇത് 25,150-ൻ്റെ പുട്ടാണ്. ഈ പുട്ടിൻ്റെ ചാർട്ട് കണ്ടോ. ഈ പുട്ടിൻ്റെ ചാർട്ട് 92-ൽ 12 മണി മുതൽ 92-ൻ്റെ മുകളിൽ തന്നെയാണ്. എന്നിട്ട് റെസിസ്റ്റൻ്റ് എടുത്തതുണ്ടോ, രാവിലെ ഇവിടെ റെസിസ്റ്റൻ്റ് എടുത്തു 10 മണിക്ക്, അതേപോലെ ഇവിടെ റെസിസ്റ്റൻ്റ് എടുത്തു 12:30-ക്ക്. പക്ഷേ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തു. സപ്പോർട്ട് എത്ര മണി വരെ ഹോൾഡ് ചെയ്തു? ഏകദേശം 1:45 വരെ സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ് 26,150-യുടെ പുട്ട് ഹോൾഡ് ചെയ്തത്. എന്നിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 പോയിൻ്റ്, 192, 200 പോയിൻ്റ്, 100 പോയിൻറ്റിൽ കൂടുതൽ ഒരു മൂവ് പുട്ട്. അപ്പം ഈ പുട്ടിന് 92 സപ്പോർട്ടായി, 115 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഒരു അക്സെപ്റ്റൻസ് കിട്ടി. എപ്പോഴാണ്? ഈ ക്യാൻഡിലിൽ കറക്റ്റ് 2:15 അവിടെ നിന്ന് ഒരു മൂവ് മുകളിലോട്ട് തരികയും ചെയ്തു. സോ ഇതാണ് നമ്മൾ നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഈ ചാർട്ടിലുണ്ട് സൈഡ് വേ പോകാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ 72 രൂപയാണ്, 72 റുപ്പീസാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഈ ലെവലൊക്കെ നോക്കുക. ഈ ലെവൽ നോക്കിയതിന് ശേഷം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽസ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.